എൻ്റെ ഓഫീസ് അവിടെയാണെന്ന് ഞാൻ പറയാൻ മൈ ഓഫീസ് ഈസ് ദർ എന്ന് പറയും. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മൈ ഓഫീസ് ഈസ് ഓവർ ദർ. യെസ്, ഒരു ദറിൻ്റെ മുന്നിൽ നമ്മളൊരു ഓവർ ചെയ്യണം. മൈ ഓഫീസ് ഈസ് ഓവർ ദർ. ഓക്കെ, ശരിക്കും മൈ ഓഫീസ് ഈസ് ദർ, എൻ്റെ ഓഫീസ് അവിടെയാണെന്ന് കേട്ടാൽ മനസ്സിലാവുകയാണെങ്കിലും പക്ഷേ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് അങ്ങനെയാണ്. മൈ ഓഫീസ് ഈസ് ഓവർ ദർ, അവിടെയാണ്. ഞാൻ വേറെ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് അവൻ അവിടെ നിൽക്കുന്നുണ്ട്, ഹീസ് സ്റ്റാൻഡിങ് ഓവർ ദർ, അങ്ങനെ പറയാം. ഹീസ് സ്റ്റാൻഡിങ് ഓവർ ദർ, മനസ്സിലായോ? അപ്പോൾ നീ അവിടെ ഒന്ന് ചെക്ക് ചെയ്യോ. നമ്മളെപ്പോഴും ഓഫീസിലൊക്കെ ചോദിക്കുന്നതാണ്, നീ അവിടെ നിന്ന് ചെക്ക് ചെയ്യോ, ക്യാൻ യു പ്ലീസ് ചെക്ക് ഓവർ ദർ, ക്യാൻ യു പ്ലീസ് ചെക്ക് ഓവർ ദർ. ഒരു ഓവർ ചേർക്കുക, ദർന്ന് മാത്രം ചേർക്കാതെ ക്യാൻ യു ചെക്ക് ഓവർ ദർ, അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് യൂസേജ് വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് പാർക്ക് ദ കാർ ഓവർ ദർ, ഐ ഹാവ് പാർക്ക് ദ കാർ ഓവർ ദർ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. ഞാൻ ഫയൽ അവിടെ വെച്ചിട്ടുണ്ട്, അതെങ്ങനെ പറയാം? ഞാൻ ഫയൽ അവിടെ വെച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയാമെന്ന് കോമെൻറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. പ്രാക്ടീസാണ് മെയിൻ. സംസാരിച്ച് നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് അരമണിക്കൂർ മാത്രം. ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആവുന്ന ഏതെങ്കിലും അരമണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കും. ഉറപ്പാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്, വളരെ ചെറിയ ഫീ ആണ്. മുകളിൽ പോവുക, ബയോയിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്.